നമസ്കാരം. യൂട്യൂബിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന 5 അപ്ഡേറ്റുകളുടെ വിശേഷങ്ങളും പുതിയതായിട്ട് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്ഡേറ്റിന്റെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. ആദ്യം നമുക്ക് വരുവാൻ പോകുന്ന അപ്ഡേറ്റിന്റെ ഒരു വിശേഷങ്ങൾ ഒന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് മറ്റ് 5 അപ്ഡേറ്റുകളിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഈ വരുവാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് യൂട്യൂബിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. അതിനുശേഷമാണ് പല പല ഫീച്ചറുകൾ നമ്മുടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷനിലേക്ക് വന്നു ചേർന്നത്. മൊബൈൽ യൂട്യൂബേഴ്സിന്റെ കാലമായതുകൊണ്ട് തന്നെ പല പല ഫീച്ചറുകളും ഇനി യൂട്യൂബിലേക്ക് വരുവാൻ പോകുന്നത് കൊണ്ട് തന്നെ മൊബൈലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്. ഇനി നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് ഏതാണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ നമുക്ക് യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ അനലിറ്റിക്സ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 48 മണിക്കൂറിന് ശേഷമായിരുന്നു കൃത്യമായിട്ട് അത് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ ഫുൾ ആയിട്ടുള്ള അനലിറ്റിക്സ്, റിയൽ ടൈം വ്യൂസ്, അതുപോലെ തന്നെ എത്ര വാച്ച് ടൈം വന്നിട്ടുണ്ട്, എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിലൂടെ എന്തെല്ലാം വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് അതെല്ലാം കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അത് എന്തായാലും വളരെ നല്ല അപ്ഡേറ്റ് ആയിരിക്കും. കാരണം നമുക്ക് നോട്ടിഫിക്കേഷനിലൂടെ വന്നിരിക്കുന്നതും ബ്രൗസ് ഫീച്ചറിലൂടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അടുത്തായിട്ടുള്ളത് ഹാഷ്ടാഗ് സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് അവിടെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓട്ടോ സജസ്റ്റഡ് ആയിട്ട് ഹാഷ്ടാഗ് വരുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഇത് പുതിയ ക്രിയേറ്റർമാർക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഹാഷ്ടാഗ് തപ്പേ അലയേണ്ടി വരില്ല. കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹാഷ്ടാഗുകൾ വരുന്ന രീതിയിൽ. നേരത്തെ ഹലോ എന്ന് പറയുന്ന ഒരു ആപ്പിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാനായിട്ട് കഴിയും. അതിനകത്ത് ഓട്ടോ സജസ്റ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ് വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള ഒരു ഹാഷ്ടാഗ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് സെർച്ച് റിസൾട്ട് വരുവാൻ വളരെയേറെ നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും അത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ചില വീഡിയോകൾ ചിലർക്ക് $yellow വരാറുണ്ട്. അപ്പോൾ നമുക്കത് അപ്പീൽ ചെയ്യണമെങ്കിൽ നേരത്തെ കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ബ്രൗസറിൽ മാത്രം സാധ്യമായിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് അത് വരുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. അത് മോണിറ്റൈസ് ആയവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും അത്. ഇനി നമുക്ക് 4ാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഏതൊക്കെ ഭാഗത്താണ് ആളുകൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഏത് ഭാഗത്താണ് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഏതെല്ലാം ഭാഗത്ത് ലാഗ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെന്താണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടേതായ രീതിയിൽ അവിടെ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ സ്കിപ്പ് ചെയ്ത പോയിന്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണത്. ഇനി അടുത്തത് ടൈം സ്റ്റാമ്പിംഗ് സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമ്മൾ കൃത്യമായിട്ട് ഒരു ഓർഡറിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ടൈം സ്റ്റാമ്പ് വരുമെന്നാണ് ഈ അപ്ഡേറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുന്നത് നമുക്കൊരു 30 സെക്കൻഡിൽ നമ്മൾ ഇൻട്രോ പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കൂടാതെ നമുക്ക് യൂട്യൂബിന്റെ എന്തെങ്കിലും ഓരോരോ പോയിന്റ്സ് പറയുന്ന കൃത്യമായിട്ട് അവിടെ വരും. അപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയതിനു ശേഷം അത് ഇടക്ക് കയറ്റി പറയുകയാണെങ്കിൽ അവിടെ ടൈം സ്റ്റാമ്പ് അവിടെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള നമ്മൾ ഓരോ പോയിന്റ്സ് എഴുതി വെച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ടൈം സ്റ്റാമ്പ് വരുമെന്നുള്ളതാണ് ഈ അപ്ഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റുകളെല്ലാം വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളും വീഡിയോയും എല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാക്കി ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റു വീഡിയോ നമുക്ക് ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.